എന്ത് പിന്നെ 2 സാധനങ്ങളുണ്ട് അതിൻ്റെ ഉള്ളിൽ. ആ തള്ള അങ്ങനെ ഒരു കുരുത്തം കെട്ട സ്വഭാവം അതിന്റെ വേറെ ഒരു തള്ളനെ ഞാൻ കണ്ടിട്ടില്ല. അച്ഛനുണ്ടല്ലോ പിന്നെന്താ? എന്താ അച്ഛൻ പോട്ടം തന്താ? നിനക്ക് പൈസക്ക് അസുഖമായിട്ട് ആശുപത്രി കിടന്നു പൈസ ചികിത്സക്ക് അവിടെ അയാളാണ് കൊടുത്തത്. ഇതാര് പറഞ്ഞു? എനിക്ക് പൈസ വന്നിട്ടില്ലല്ലോ. അങ്ങനെയായി. ആ പിന്നെ പൈൽസിന്റെ അസുഖം ഇതൊക്കെയാണ് ഇവരുടെയൊക്കെ. നിന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചേക്കാണ് ഈ കഥകളൊക്കെ. ഇല്ലാത്തവരെ കാര്യങ്ങളും പറഞ്ഞിട്ട്. ഇതിപ്പോ എന്താ ചെയ്യാൻ പോകുന്നത് നിങ്ങള്? ഇനി എന്ത് ചെയ്യാൻ? പെട്ട് കഴിഞ്ഞു, എല്ലാം പോയി തീർന്നു. ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. അത് പോയി, ലൈഫ് പോയി. മതി ഏച്ച, സഹിച്ച് എനിക്ക് സൗന്ദര്യമില്ല, ബ്യൂട്ടി പാർലറിലെ സ്നേഹയുടെ മാതിരി സ്റ്റൈലില്ല. പിന്നെ ആ ശാന്തേച്ചിയുടെ മോളില്ലേ സ്കൂളിൽ പോകണ നിശ, അവളൊക്കെ അടുത്ത് വരുമ്പോ ഭയങ്കര സ്മെല്ലാണ് പെർഫ്യൂമിന്റെ. എനിക്ക് ഇപ്പോഴും നാറ്റമാണ്. എന്തൊക്കെ കേൾക്കണ്ടെന്ന് അറിയോ ഞാൻ? അവളെ പണപ്പിക്കാൻ പോയത് അതാണ് ഇവിടുത്തെ കാര്യം. എനിക്ക് സ്റ്റൈലൊന്നും ഇല്ലല്ലോ. ഞാനിങ്ങനെ കരി പോകയൊക്കെ ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇരിപ്പാണല്ലോ. അല്ല, പ്രേമിക്കുമ്പോ ഇതൊന്നും അവൻ കണ്ടിട്ടില്ലേടി? പ്രേമിക്കുമ്പോ അങ്ങനെയൊന്നും ആയിരുന്നില്ല, ഭയങ്കര സ്നേഹമൊക്കെ ആയിരുന്നല്ലോ. ഇപ്പൊ സ്നേഹമൊക്കെ അപ്പുറത്തെ വീട്ടിലോട്ടാ. ആ ജനാലകളെ പോലെ എപ്പോഴും ആ ചാരും നോക്കിക്കൊണ്ടിരിപ്പാ. ഇപ്പോഴും നോക്കാണ് അവൻ. സത്യത്തില് ആ ജനലിന്റെ അവിടെ നിന്നിട്ട് ആ വീട്ടിലേക്ക് നോക്കണമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ട് മിണ്ടാതിരിക്കുകയാണോ? അപ്പൊ കണ്ടിട്ട് മിണ്ടാതിരിക്കുകയാണോന്ന്? മിണ്ടാതിരുന്നല്ല, അവന്റെ കാറിനടിച്ചു പൊളിക്കണ്ടേ? പറഞ്ഞാ മതി, പറഞ്ഞടിച്ചു പൊളിക്കും ഞാൻ. എന്നെ ചെയ്യട്ടെ? പറഞ്ഞാലേ പറ്റുള്ളൂ നിങ്ങളെ കൊണ്ട്. പിന്നെ വേറൊരു കാര്യം, ആ പെണ്ണ് അവിടുന്ന് ഇങ്ങോട്ട് നോക്കുന്നുണ്ട്, ഇവൻ അങ്ങോട്ട് നോക്കുന്നുണ്ട്. അവിടെ ഒരു കറുത്ത കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടാ നോക്കുന്നത്. അപ്പൊ എവിടേക്കാ നോക്കുന്നത് മനസ്സിലാവില്ലല്ലോ. അതാണ് ഐഡിയ. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ആ പ്യാരി എന്ന് പറയുന്ന ഇപ്പൊ അവിടെ ഇല്ല, അവട്ടിട്ട് പോയി. അപ്പൊ അവള് വേറൊരാളെ കണ്ടുപിടിക്കണല്ലോ, അതിനിങ്ങനെ ചൂണ്ടടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അതാണ് ഇത് സംഭവം. അതിക്ക് മനസ്സിലായി. എന്നിട്ട് എന്ത് ചെയ്തു? എന്ത് ചെയ്തു? നിങ്ങള് എന്ത് ചെയ്തു? നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ കാർത്ത കണ്ണാടി അടിച്ച് പൊളിക്കേണ്ടിയിരുന്നു. പൊളിക്കും ഞാന്, പൊളിക്കും. പറഞ്ഞത് ചെയ്യും ഞാൻ. പറഞ്ഞാലേ നിങ്ങൾ ചെയ്യുള്ളൂ. ആ വൃത്തിയായിട്ട് കാണട്ടെ, ഞാൻ മുട്ടുകാലം തല്ലി ഒടിച്ചിടും. പിന്നെ അവളെ എങ്ങനെ അവിടെ നിന്ന് നോക്കുമെന്ന് അറിയണമല്ലോ. കണ്ണാടി മാത്രമൊന്നുമല്ല, അതിന് ജോലി എന്താണ്ടൊക്കെ ഉണ്ട്. എനിക്ക് ജോലി ഇല്ലല്ലോ. അതിന് വീട്ടിലെ അടുക്കളയിൽ തന്നെ ഇരിപ്പാണല്ലോ. അല്ല, ഞാനൊരു കാര്യം നിന്നോട് ചോദിക്കട്ടെ. ആ എണ്ണം കെട്ടവനെ കെട്ടണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞാണോ? പറഞ്ഞതാണോ? ആണോ? അതൊക്കെ അന്നല്ലേ അമ്മേ. എന്റെ അന്നല്ലേ? എന്തല്ലേ? അപ്പൊ ആ പോങ്ങനെ മതി അവക്ക്. ഒറ്റക്കാലിൽ നിന്ന് തപസ്സായിരുന്നു അവള്. ജോലി ഉണ്ടായാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഞാൻ ഒന്നിനും കൊള്ളൂല്ലോ. ഇപ്പൊ നിന്റെ അടുത്ത് ഞാനൊരു കാര്യം പറയട്ടെ. ഇനി അവൻ പോട്ടെ. അവൻ വേണ്ട. അവൻ വേണ്ട. മറിമായം.